ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ EVS ക്വസ്റ്റ്യൻ പേപ്പർ മോഡലാണ് നോക്കുന്നത്. സുരക്ഷിത യാത്ര. റോഡ് സുരക്ഷയുടെ ഭാഗമായി മിനിമോൾ തയ്യാറാക്കിയ ആൽബത്തിലെ ചിത്രങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ശരിയായവയ്ക്കു നേരെ ടിക്ക് അടയാളവും തെറ്റായവയ്ക്കു നേരെ റോങ് അടയാളവും ഇടുക. ഇപ്പോൾ ഒന്നാമത്തത് തെറ്റാണ്. കൈ പുറത്തേക്കിടാൻ പാടുണ്ടോ? ഇല്ല. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ വരുന്നത് ഓവർ സ്പീഡിൽ പോകുന്ന ഒരാളാണ്, അതും തെറ്റാണ്. ഇനി ലാസ്റ്റ് ചിത്രത്തിൽ സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യുന്നതാണ്, അത് ശരിയാണ്. രണ്ടാമത്തെ ചിത്രവും എങ്ങനെയൊക്കെയോ റോഡിലൂടെ നടക്കുന്നതാണല്ലേ, അതും തെറ്റാണ്. അടുത്തത്, നിങ്ങൾ വിവിധ വാഹനങ്ങളിൽ യാത്ര ചെയ്യാറുണ്ടല്ലോ. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കൈയും തലയും ഒന്നും പുറത്തേക്ക് ഇടരുത്. അതാണ് ബസ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നീട് റോഡിൽ സീബ്ര ലൈൻ വരച്ചിട്ടുള്ളത് എന്തിനാണ്? ശരി ഉത്തരത്തിന് നേരെ അടയാളമിടുക. കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ച് കിടക്കാനാണ് സീബ്ര ലൈൻ. പിന്നെ ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ഇതിലെവിടെ താമസിക്കാനാണ് നിങ്ങൾക്കിഷ്ടം? എന്തുകൊണ്ട്? അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ താമസിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ കാരണം പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ. നല്ല കാറ്റും വെളിച്ചവുമുള്ളൊക്കെയുള്ള സ്ഥലമാണ് അല്ലേ. പ്രകൃതിയോട് സൗഹൃദപരമായി നിർമ്മിച്ച ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ താമസിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വീടുകൾ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതുക. അപ്പോൾ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വീടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മരങ്ങളും മറ്റും മുറിച്ച് മാറ്റാൻ പാടില്ല. മരങ്ങളും മറ്റും അനാവശ്യമായി മുറിച്ച് മാറ്റാൻ പാടില്ല. പിന്നെന്താണ്? കുന്നിടിച്ചും വയൽ നികത്തിയൊന്നും വീട് നിർമ്മിക്കാതിരിക്കുക. പിന്നീട് വീടിൻ്റെ ചുറ്റുപാടും നിറയെ മരങ്ങളും ചെടികളും വെച്ച് പിടിപ്പിക്കുക. മുറ്റം കട്ട പാവാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രകൃതിയുമായി ഇണങ്ങിയ വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉള്ളിലേക്ക് കൂടുതൽ വെളിച്ചം കടത്തക്ക രീതിയിലുള്ള വീട് നിർമ്മിക്കുക. പിന്നീട് മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടിനെ പറയുന്ന പേരെന്ത്? ഇഗ്ലൂ ആണ്. എക്സിമോകളാണ് അതിൽ താമസിക്കുന്നത്. മഞ്ഞുകട്ട കൊണ്ട് നിർമ്മിക്കുന്ന വീട് ഇഗ്ലൂ. വരൾച്ചയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ശരി ഉത്തരത്തിനു നേരെ ടിക്ക് അടയാളം രേഖപ്പെടുത്തുക. വരൾച്ചയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. കുളങ്ങൾ വറ്റിപ്പോകുന്നു, ബന്ധമുണ്ട്. കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നു, കടുത്ത ചൂട് അനുഭവപ്പെടുന്നു. പുഴകൾ നിറയുന്നു എന്നുള്ളതാണ് ബന്ധമില്ലാത്തത്. വരൾച്ചയുമായി ബന്ധമില്ലാത്തത് പുഴകൾ നിറയുന്നു. ജലക്ഷാമം കൊണ്ട് നാം നേരിടുന്ന പ്രയാസങ്ങൾ എഴുതുക. ജലക്ഷാമങ്ങൾ കൊണ്ട് വളരെയധികം പ്രയാസങ്ങളുണ്ട്. ഇതൊക്കെയാണ്: കുടിവെള്ളക്ഷാമം, പിന്നെന്താ, മരങ്ങൾ വറ്റിപ്പോകുന്നു, ഭൂമി വരണ്ട് കയറുന്നു, പിന്നെ ജീവജാലങ്ങൾ ചത്തൊടുങ്ങുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ എഴുതിച്ചേർക്കാം. ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ പ്രദർശിപ്പിക്കുന്നതിനായി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ജലം ജീവാമൃതം അല്ലേ, ജലം ജീവനാണ്, ജലമില്ലെങ്കിൽ നാം ഇല്ല എന്നൊക്കെയുള്ള കൊട്ടേഷൻസ് എഴുതിയിട്ടുള്ള മനോഹരമായ ഈ ചിത്രങ്ങളൊക്കെ വരച്ച് പോസ്റ്റർ നിങ്ങൾക്ക് നിർമ്മിക്കാം. ഇനി രാവും പകലും. ഭൂമിയിൽ രാവും പകലും അനുഭവപ്പെടുന്ന ചിത്രമാണിത്. ചിത്രത്തിൽ സൂര്യൻ്റെ സ്ഥാനം വരച്ചു ചേർക്കുക. ഭൂമി കറങ്ങുമ്പോൾ ഇരുളും വെളിച്ചവും മാറി മാറി വരുന്നു. ഇത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ക്ലാസ്സിൽ ഒരു പരീക്ഷണം ചെയ്തിരുന്നല്ലോ. പരീക്ഷണത്തിന് ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ എന്തെല്ലാം? ടോർച്ചും ഗ്ലോബുമായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അത്ഭുതങ്ങളുടെ കലവറയാണ് ഭൂമി. ഭൂമിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കുക. ഭൂമിയിൽ കരഭാഗമാണ് കൂടുതലുള്ളത്. സൂര്യൻ കറങ്ങുന്നത് കൊണ്ടാണ് ഭൂമിയിൽ രാവും പകലും അനുഭവപ്പെടുന്നത്. ഗ്ലോബിൽ നീല നിറത്തിൽ കാണുന്ന ഭാഗം കടലിനെയാണ് സൂചിപ്പിക്കുന്നത്. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ ഗ്ലോബ് സഹായകമാണ്. ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ്. കടൽ ഭാഗമാണ് ഭൂമിയിൽ കൂടുതലുള്ളത്. ഭൂമിക്ക് പരന്ന ആകൃതിയാണ്. ഇതിൽ തെറ്റുണ്ട് ഒരുപാടെണ്ണം. ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂമിയിൽ കൂടുതലുള്ളത് കരഭാഗമല്ല, കടൽ ഭാഗമാണ്. പിന്നീട് സൂര്യൻ കറങ്ങുന്നത് കൊണ്ടല്ല, ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് രാവും പകലും ഉണ്ടാവുന്നത്. ഗ്ലോബിൽ നീല നിറത്തിൽ, അത് ശരിയാണ്. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാനല്ല, ഭൂമിയെക്കുറിച്ച് പഠിക്കാനാണ് ഗ്ലോബ് സഹായകം.
പിന്നെ ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ്. ഭൂമിയിൽ പരന്ന ആകൃതി എന്നുള്ളത് തെറ്റാണ്. ഇനി രുചിയോടെ. പഠനോത്സവത്തിൽ പങ്കെടുത്ത രക്ഷിതാക്കൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു. ഭക്ഷണം ഒരുക്കാനുള്ള വിഭവങ്ങൾ ശേഖരിച്ചപ്പോൾ ലഭിച്ച ഭക്ഷ്യവസ്തുക്കളാണ് ചുവടെ: വെള്ളരി, ക്യാരറ്റ്, ചീര, ഉരുളൻകിഴങ്ങ്, ചേമ്പ്, പയർ, ചേന, തക്കാളി. ഭക്ഷ്യവസ്തുക്കളെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കുക. പാചകം ചെയ്ത് മാത്രം കഴിക്കുന്നവ, ചെയ്തും ചെയ്യാതെയും കഴിക്കുന്നവ. ഇപ്പോൾ വെള്ളരി, ക്യാരറ്റ്, പിന്നെ പാചകം ചെയ്തും ചെയ്യാതെയും നമുക്ക് കഴിക്കാം. ഇതിൽ കൊടുത്തിരിക്കുന്ന വെള്ളരിയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്, കക്കിരിയൊക്കെ കഴിക്കുന്ന പോലെ. പിന്നെ ക്യാരറ്റ് നമ്മൾ ചെയ്തും ചെയ്യാതെയും കഴിക്കാറുണ്ട്. തക്കാളി ചിലരൊക്കെ പഴുത്ത തക്കാളി തിന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് ചെയ്തും ചെയ്യാതെയും. ഉരുളൻകിഴങ്ങൊക്കെ പിന്നെ നമ്മൾ പാചകം ചെയ്ത് മാത്രമേ കഴിക്കാറുള്ളൂ. ചേന, ചേമ്പ്, അത് നിങ്ങൾ തരംതിരിച്ച് എഴുതുക. ഇനി വിവിധ പഞ്ചേന്ദ്രിയാനുഭവങ്ങളാണ് ചുവടെ. ഇതിനെ തിരിച്ച് മാതൃക നോക്കി കളങ്ങളിൽ അനുയോജ്യമായ പദങ്ങൾ എഴുതുക. കണ്ടറിയാൻ, പൂക്കളുടെ നിറം. മണത്തറിയാൻ എന്ന് പറയുന്ന സമയത്ത് ഏതാ വരിക? ഓരോന്നിനും ഓരോരോ ഇത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തൂവലിൻ്റെ മിനുസം, തൊട്ടറിയാനാണ് തൂവലിൻ്റെ മിനുസം. വാഹനങ്ങളുടെ ശബ്ദം കേട്ടറിയാൻ. മാമ്പഴത്തിൻ്റെ മധുരം രുചിച്ചറിയാൻ. മുല്ലപ്പൂവിൻ്റെ സുഗന്ധം മണത്തറിയാൻ. അങ്ങനെ നിങ്ങൾ ജോഡിയാക്കി എഴുതുക. ഇനി കൂട്ടത്തിൽ പെടാത്തതേത്? ചേമ്പാണ്. ആപ്പിൾ, മുന്തിരി, ഓറഞ്ചൊക്കെ ഫ്രൂട്ട്സാണ്. ആനന്ദിൻ്റെ സ്കൂളിൽ നിന്നും പഠനയാത്ര പോയ സംഘം ഇപ്പോൾ ആലപ്പുഴയിലാണ്. ഇവർക്ക് ആലപ്പുഴയിൽ നിന്ന് തീവണ്ടി മാർഗം കോഴിക്കോട്ടേക്ക് പോകണം. കോഴിക്കോട്ട് എത്താൻ അവർക്ക് ഏതെല്ലാം ജില്ലയിലൂടെ സഞ്ചരിക്കണം? ഇപ്പോൾ റെയിൽപാത കണ്ടോ? അപ്പോൾ നിങ്ങൾ ജില്ലകൾ നന്നായിട്ട് പഠിക്കണം. ഈ ജില്ലകൾ കോഴിക്കോട് നിന്ന് ഏത് ജില്ലകളിൽ കൂടിയാണ് റെയിൽപാത കടന്നു പോകുന്നതെന്ന് നോക്കുക. ജില്ലകളുടെ പേര്, ചില ജില്ലകളുടെ പേരൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് നിന്ന് എവിടെയാണ് എത്തേണ്ടത്? കോഴിക്കോട് നിന്നും ഇപ്പോൾ ആലപ്പുഴയാണ്. തീവണ്ടി മാർഗം കോഴിക്കോട് എത്തണം. ആലപ്പുഴ നിങ്ങൾ കാണുന്നുണ്ടോ നോക്കുക. ആലപ്പുഴ കണ്ടില്ലേ? ഇവിടെയാണ് ആലപ്പുഴ. തീവണ്ടി മാർഗം പോകുന്ന സമയത്ത് ഇവിടെ ഒന്നും ജില്ലേൻ്റെ പേര് കൊടുത്തിട്ടില്ല. അതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഓരോ സ്ഥലത്തുള്ള ജില്ലകൾ ഏതാണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ആനന്ദും കൂട്ടുകാരും നിങ്ങളുടെ ജില്ല സന്ദർശിക്കുകയാണെങ്കിൽ അവർക്ക് കാണുന്നതിന് ഏതെല്ലാം പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് നിങ്ങൾ നിർദ്ദേശിക്കുക? നമ്മുടെ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് ബീച്ച്, മാനാഞ്ചിറ സ്ക്വയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിർദ്ദേശിക്കാം. വയനാടാണെങ്കിൽ ഒരുപാട് ബാണാസുര ഡാം, ചുരം കാണാൻ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മീൻമുട്ടി വെള്ളച്ചാട്ടം. അങ്ങനെ മലപ്പുറം ജില്ലയാണെങ്കിൽ, അങ്ങനെ ഓരോ ജില്ലയാണെങ്കിലും അതിൻ്റേതായ കാര്യങ്ങൾ നമുക്ക് കാണാൻ നിർദ്ദേശിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? അനുയോജ്യമായ ഇതിന് നേരെ ടിക്കിടുക. പാലക്കാടാണ് ഏറ്റവും വലിയ ജില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.